കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഒരു ഫോൺ കോളിന് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനാകുമെന്ന് ഒരാൾ പറഞ്ഞു. കാരണം ഇന്ന് ലോകത്ത് ഇറാനുമായും ഇസ്രായേലുമായും അത്ര ബന്ധം ഇന്ത്യക്ക് മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കിത് അവസാനിപ്പിച്ചുകൂടെയെന്ന് യുദ്ധവെറി പൂണ്ട് നിൽക്കുന്ന ആ രണ്ട് രാജ്യങ്ങളോട് ഇന്ത്യ ചോദിച്ചാൽ പറ്റില്ലെന്ന് പറയാൻ പറ്റാത്ത അത്ര സ്നേഹമിശ്രിതമായ മേധാശക്തി ഇരു രാഷ്ട്രങ്ങളുമായും ഇന്ത്യക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആരാണത് പറഞ്ഞത്? ഹുസൈൻ ഹസൻ മിർസ അൽ സൈജ്. പലർക്കും ഈ മനുഷ്യനെ അറിയാവുന്നത് ഇന്ത്യയിലെ മുൻ UAE അംബാസിഡർ എന്ന നിലയ്ക്കാണ്. എന്നാൽ ഇന്ത്യയിലെ UAE അംബാസിഡറായിരുന്ന വ്യക്തി എന്ന നിലയ്ക്കോ ഒഫീഷ്യൽ ഡിപ്ലോമാറ്റ് എന്ന നിലയ്ക്കോ അല്ല അദ്ദേഹം അത് പറഞ്ഞത്. ഗൾഫ് മേഖലയിലെ കോർപ്പറേറ്റ് സെക്ടറിലെ ഏറ്റവും ശക്തനായ നേതാവെന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ഇന്നത്തെ ശേഷിയും ശക്തിയും മനസ്സിലാക്കിയാണ് അത് പറഞ്ഞത്. ഗൾഫ് മേഖലയെ ആഴത്തിൽ അറിയാവുന്ന ഒരാളുടെ ശക്തമായ നിരീക്ഷണമെന്ന നിലയ്ക്കാണ്. എമിറേറ്റ്സ് നാഷണൽ ഓയിൽ കമ്പനി അഥവാ എനോക്കിൻ്റെ ഓഡിറ്റ് കമ്മിറ്റി ചെയർമാനും ഡയറക്ടർ ബോർഡ് മെമ്പറുമായിരുന്നു ഹുസൈൻ മിർസ. ദുബായ് ഇസ്ലാമിക് ബാങ്കിൻ്റെയും എമിറേറ്റ്സ് NBDയുടെയും നേതൃസ്ഥാനത്തിരുന്ന വ്യക്തിയുമാണ്. മധ്യേഷ്യയുടെ ശക്തിയും ദൗർബല്യവും നന്നായി അറിയാവുന്ന സമകാലിക പ്രസക്തിയുള്ള ശക്തനായ അറബ് ലീഡറാണ് അൽ സൈജ്. പക്ഷേ അറബ് രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയോട് ഇന്നുള്ള ബഹുമാനവും അടുപ്പവും ഇഷ്ടമാകാത്ത ചില മലയാളികളുണ്ട്. ചെറിയ ശതമാനമാണ്. അവർ രാജ്യത്തിൻ്റെ തകർച്ച ആഘോഷിക്കാൻ കാത്തു നിൽക്കുന്നത് എന്തെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ജനിച്ച് ഇവിടെ മരിക്കേണ്ടവർ എങ്ങനെയാണ് ഈ സ്വന്തം നാടിനെ അവമതിക്കുകയും സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നിടത്തൊക്കെ വെട്ടുകിളികളെ പോലെ ആക്രമിക്കുകയും ചെയ്യുന്നത്? എന്ത് മാനസികാവസ്ഥയാണ്? ഹുസൈൻ ഹസൻ മിർസ അൽ സൈജിൻ്റെ വാർത്തയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളാണ് ഇത്. എന്ത് അജണ്ടയാണിത്?